So welcome back. Multi-view പ്രൊജക്ഷനിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ 4 ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. സോ ദിസ് ഈസ് ദ 5th ക്വസ്റ്റ്യൻ ഇൻ മൾട്ടി-വ്യൂ പ്രൊജക്ഷൻ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 3D ഫിഗർ. യു ഹാവ് ടു ഡ്രോ ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ, മൾട്ടി വ്യൂ. ഓക്കെ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ ഓഫ് ദിസ് 3D ഒബ്ജക്റ്റ്. ഓക്കെ, അതിൻ്റെ ഡയമെൻഷൻസ് കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഡയറക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതാണ് ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയറക്ഷൻ തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ആയിരിക്കണം നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ വരയ്ക്കേണ്ടത്. അപ്പോൾ ഡയറക്ഷൻ ഇതാണ്. അപ്പം ഫ്രണ്ട് വ്യൂ വേണം, ദെൻ ടോപ്പ് വ്യൂ വേണം, ദെൻ സൈഡ് വ്യൂ. സോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ സൈഡ് വ്യൂ ആണ് വരയ്ക്കാൻ കുറച്ചുകൂടെ എളുപ്പം. എളുപ്പമെന്നല്ല, ഡയമെൻഷൻസ് കാര്യങ്ങളുള്ള കുറച്ച് ഡേറ്റാസ് ഉള്ള ഡയമെൻഷൻ ഇതാണ്. സോ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് ഇറ്റ്സ് ലെഫ്റ്റ് ഓർ റൈറ്റ് സൈഡ് വ്യൂ. നമുക്ക് ഇവിടെ കേസിൽ നമ്മൾ റൈറ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കുന്നത്. ദാറ്റ് ഷുഡ് ബി ഓൺ ദി ലെഫ്റ്റ് സൈഡ്. ഇപ്പോൾ റൈറ്റ് സൈഡ് വ്യൂ ലെഫ്റ്റിൽ വരയ്ക്കാനുള്ള സ്പേസ് കൂടെ നമുക്ക് അവൈലബിൾ ആക്കണം. ഓക്കെ, സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് എക്സ്വലം വരയ്ക്കും. ഞാൻ വേറൊരു ഷീറ്റ് പേപ്പർ എടുത്തു, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരയ്ക്കാൻ വേണ്ടി. ഡയമെൻഷൻ ലെങ്ത്ത് കൂടുതലാണ്, 130 ഒക്കെ വരുന്നുണ്ട് ലെങ്ത്ത്. അപ്പോൾ വേറൊരു ഷീറ്റ് പേപ്പർ എടുത്തേ ഉള്ളൂ. സോ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ എക്സ്വലൈൻ. ഞാൻ യൂസ് ചെയ്യുന്നത് പേനയാണ്. നമ്മൾ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിരുന്നു പെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ പേന ഉപയോഗിച്ച് വരയ്ക്കുന്നത്. ഇതിനകത്തിലൊന്ന് ക്ലിയർ ആവും, നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആവാൻ വേണ്ടി മാത്രമാണ് ഞാൻ പേന യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എക്സ്വലൈൻ വരയ്ക്കുന്നു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആസ് യൂഷ്വൽ എക്സ് ലൈൻ ആണ്. സോ എക്സ് ലൈൻ ഞാൻ വരച്ചു. ഓക്കെ, സോ ദിസ് എക്സ് വൈ. സോ എക്സ് വൈ ലൈൻ വരച്ചു. നമുക്ക് ടോട്ടൽ ലെങ്ത് ഫ്രണ്ട് വ്യൂ ഇവിടെ നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂവിലെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 130 ആണ്. സോ ഞാൻ 130 റൈറ്റ് സൈഡിലാണ് വരയ്ക്കാൻ പോകുന്നത്. കാരണം നമുക്ക് റൈറ്റ് സൈഡ് വ്യൂ ലെഫ്റ്റിൽ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സ്പേസ്, ഇവിടെ സൈഡ് വ്യൂ വരയ്ക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യണം. സോ ഞാൻ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കുന്നത് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ്. സോ ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ നമ്മുടെ ഫിഗറിൽ ടോട്ടൽ ലെങ്ത് നമുക്കറിയാം. ബേസിൻ്റെ ടോട്ടൽ ലെങ്ത് 130 ആണ് അല്ലേ, 130 ആണ് വരുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ സർഫസ് നമുക്ക് വിസിബിൾ ആവും എന്നുള്ളത് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് സർഫസ്, ഇതിനകത്തിൽ വിസിബിൾ ആവുന്ന സർഫസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ പെട്ടെന്ന് വിട്ടു പോകുന്ന ഒരു കേസ് നിങ്ങൾക്കറിയാം. ഇവിടെ നോക്കുമ്പോൾ കാണാൻ പോകുന്ന ഈ ഒരു സർഫസ്, അത് ഈ ഒരു സർഫസ് ആയിരിക്കും. ഈ ഒരു ഒരു ഷേപ്പും ഇതിനകത്ത് സെൻട്രലിൽ ഒരു ഹോളുണ്ട്, അതുകൂടെ ഇങ്ങോട്ട് ലെങ്ത് സർഫസാണ്. പക്ഷേ അതിനകത്ത് നമുക്ക് വിട്ടു പോകുന്നത് ഇതിന് താഴെയായിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്ട്രക്ചർ കാണിച്ചിരിക്കുന്നുണ്ട്. താഴോട്ടൊരു പ്രൊജക്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഈ താഴോട്ടുള്ള പ്രൊജക്ഷൻ, ഈ ഒരു താഴോട്ട് ലെങ്ത്തിലുള്ള ഈ ഒരു ചെറിയ പ്രൊജക്ഷൻ ത്രൂ ഔട്ട് അടിയിലൂടെ കാണും. അപ്പോൾ ഇവിടെ നോക്കുന്ന ഒരാൾക്ക് അതും കൂടെ ഈ ഒരു സർഫസിന് അല്ലെങ്കിൽ ഈ ഒരു ബേസ് ലൈനിന് താഴെയായിട്ട് ഈ ഒരു സർഫസ് കൂടെ കാണാൻ പറ്റുമെന്നർത്ഥം. അപ്പോൾ അത് നമ്മൾ ചില കേസ് നമ്മൾ വിട്ടുപോകും, സ്റ്റുഡൻസ് വിട്ടുപോകുന്നൊരു കേസാണ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കാണിച്ചത്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സർഫസ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത് ത്രൂ ഔട്ട് അങ്ങോട്ട് ഈ ഒരു ലെങ്ത്തിൽ ഒരു റെക്റ്റാങ്കിൾ പോലെ ഉണ്ടാവും. ഇതിന് താഴെയായിട്ടേ അത് കാണുകയുള്ളൂ ഇവിടെ നോക്കുമ്പോൾ. പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ അറിയാവുന്ന നമ്മുടെ ഈ ഒരു സർഫസ്. സോ ഈ ഒരു സർഫസ് വിസിബിൾ ആയിരിക്കും. സോ ഞാനത് വിസിബിൾ ആക്കുന്നു. ഈ ഒരു സർഫസ് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഒരു കേർവ്ഡ് സ്ട്രക്ചറാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോള് കാണിച്ചിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഒരു ലെങ്ത്ത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നുണ്ട്. അതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം നമുക്ക് ഇതിനകത്തിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് ഡയമെൻഷൻസ്. സോ ഇതാണ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ഒരു സർഫസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ഒരു സർഫസ്. ഓക്കെ, ഇതും അതിൻ്റെ താഴെയുള്ള സർഫസ് നമ്മൾ പറഞ്ഞു. ഇനി അതുകൂടാതെ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ കാണാം. ഇവിടെ നോക്കുമ്പോൾ അല്ലേ, ഈ ഒരു സർഫസ് കാണാൻ പറ്റും. ഈ ഒരു 12 mm റിബിൻ്റെ ഈ ഒരു സൈഡ് സർഫസ് നമുക്ക് വിസിബിൾ ആയിരിക്കും. സോ ഈ സൈഡ് സർഫസ് നമുക്ക് റിബിൻ്റെ വിസിബിൾ ആയിരിക്കും. സോ ദാറ്റ് ഷുഡ് ബി ഓൾസോ വിസിബിൾ ഇൻ ഫ്രണ്ട് വ്യൂ. സോ ഇത് ഞാൻ ഫ്രണ്ട് വ്യൂവിൽ ജസ്റ്റ് കളർ ചെയ്യുന്നു നമുക്കൊന്ന് എടുത്തറിയാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട് വ്യൂവിൽ ഈ ഒരു 3 സർഫസാണ് നമുക്ക് വിസിബിൾ ആയിട്ട് ഉള്ളത്. ഓക്കെ, ഒന്ന് ഈ ഒരു ഹോൾ വരുന്ന ഈ ഒരു പോർഷൻ, ഈ ഒരു റിബ്, അത് നമുക്ക് ഡയറക്റ്റ്ലി ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ വിട്ടു പോകുന്നത് ഇവിടെ താഴെ ഒരു ലെങ്ത്തിലുള്ള ഒരു ചെറിയ ലെങ്ത്തിൽ. ആ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ആ ലെങ്ത് ലൈനിൻ്റെ താഴെ, അതായത് ഈ ഒരു ബേസ് ലൈനിന് താഴെയായിട്ട് ഒരു സർഫസ് കൂടെ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് വിസിബിൾ ആയിരിക്കും. സോ ഇതാണ് ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആവുന്ന സർഫസ് ഏരിയാസ്.
ഓക്കെ, അപ്പോൾ നമ്മളിത് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കി ഏറ്റവും ബോട്ടത്തിൽ നമുക്ക് ടോട്ടൽ ലെങ്ത് അറിയാം 130 ആണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ആ 130 ഇവിടെ മാർക്ക് ചെയ്യണം. നമുക്ക് അവൈലബിളായിട്ടുള്ള സ്പേസിൽ ഞാൻ ആ 130 ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സോ 130 ഇതാണ് ടോട്ടൽ വരുന്നത്. പക്ഷേ ഏറ്റവും താഴെ ഈ സർഫസ് അല്ല, അതിന് താഴെ ഇവിടെ ഒരു സർഫസ് ഞാൻ പറഞ്ഞു. സോ ഇതിൻ്റെ ഡെപ്ത് എത്രയാണ്, ഈ ഒരു ഡെപ്ത് വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഈ ബോട്ടം പോയിന്റ് മുതൽ ഇവിടെ വരെ ഉള്ളത് 25 ആണ്. ഇതിൻ്റെ വിഡ്ത്ത് 15 ആണ്. സോ 25ൽ നിന്ന് ഈ 15 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 10 ആയിരിക്കും ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 10 mm ഹൈറ്റിൽ 130യിലാണ് ഈ റെക്റ്റാങ്കിൾ. ഇത് 10 mm ഹൈറ്റ്, ഈ ലെങ്ത് 10 ആണ്. സോ 10 mm ഹൈറ്റിൽ 130യിലാണ് നമുക്ക് ആ റെക്റ്റാങ്കിൾ വരുന്നത്. സോ അത് ഞാൻ ഫസ്റ്റ് ആദ്യം അങ്ങ് വരയ്ക്കുന്നു. സോ 10 mm ഹൈറ്റ്, വൺ തേർട്ടിയിൽ നമ്മൾ ഓൾറെഡി എടുത്ത ഡിസ്റ്റൻസ് ആണ്. സോ 10 mm ഹൈറ്റിൽ 130യിൽ റെക്റ്റാങ്കിൾ സർഫസ്. ഓക്കെ, സോ നമ്മളിപ്പോൾ വരച്ച റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഈ ബോട്ടത്തിലുള്ളതാണ്. ഇനി അതിന് മുകളിൽ നമുക്ക് 15 mm സർഫസ് വരുന്നുണ്ട്. 15 mm സർഫസ് വരുന്നുണ്ട്. അതിൽ നോക്കി ഈ പോയിന്റിൽ നിന്ന് 30 ഹൈറ്റ് കഴിഞ്ഞാൽ പിന്നെ കേർവാണ്. ഈ പോയിന്റിൽ നിന്ന് ഈ എൻ പോയിന്റിൽ നിന്ന് 30 mm ഹൈറ്റ് കഴിഞ്ഞാൽ പിന്നെ കേർവ് വരണം. അതുപോലെ ഈ എൻ പോയിന്റിൽ നിന്ന് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 15 ആണ്. ഞാൻ ആദ്യം ആ 15 ആദ്യം മാർക്ക് ചെയ്യുന്നു. ഈ എൻ പോയിന്റിൽ നിന്ന് 15. സോ 15 മാർക്ക് ചെയ്തു. ദെൻ ഇവിടെ നമുക്ക് വേണ്ടുന്നത് നമ്മൾ ഹൈറ്റ് 30 ആണ് എടുക്കേണ്ടത്, 30. സോ ഞാൻ 30 മാർക്ക് ചെയ്യുന്നു. വൺ ടു ത്രീ. സോ ഈ 30 ഹൈറ്റ് കഴിഞ്ഞാൽ പിന്നെ കേർവാണ് വരുന്നത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഹൈറ്റ് 30 കഴിഞ്ഞാൽ പിന്നെ കേർവാണ് വരുന്നത്. അപ്പോൾ അത്രയായി 15 mm ഹൈറ്റ്. ഇവിടെ നമ്മളെടുത്ത് 15 mm ഹൈറ്റ് എടുത്തു, കംപ്ലീറ്റ്. ഇനി നോക്കി ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെ ഉള്ളത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഡിസ്റ്റൻസ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഇല്ല, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഡിസ്റ്റൻസ് ഇല്ല. സോ പകരം നമുക്ക് ടോട്ടൽ 130 ആണെന്ന് നമുക്കറിയാം. ടോട്ടൽ 130 നമുക്ക് ഗിവൺ ആണ്. അതിൽ ഇവിടെ ഒരു 60 മാറിയിട്ടുണ്ട്. അപ്പോൾ 130 60 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് കിട്ടും. ദാറ്റ് മീൻസ് ദിസ് ഡിസ്റ്റൻസ് ഈസ് 70 mm ആണ്. സോ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 70. സോ ഞാനത് ഈ 15 mm ഹൈറ്റിൽ 70 മെഷർ ചെയ്യാൻ പോവാണ്. 70. 70. 1 2 3 4 5 6 7 70. സോ 70 മെഷർ ചെയ്തു. സോ ഞാൻ ഈ ഒരു പോയിന്റിലെത്തി. ഇനി നമുക്കിവിടെ എന്താ ആർക്ക് വരയ്ക്കണം. ഈ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഈ ഒരു ആർക്ക് വരയ്ക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് 60 ആണെന്നറിയാം. പക്ഷേ നമുക്ക് ആ കർവ് വരയ്ക്കണമെങ്കിൽ ഈ സെൻറ്റർ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇത് ടോട്ടൽ 30 ആണെങ്കിൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 60 ആണെങ്കിൽ ഈ എൻഡ് മുതൽ ഈ സെൻറ്റർ വരെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 30 ആയിരിക്കും, അതിൻ്റെ ഹാഫ്. അതുപോലെ ഈ ഹൈറ്റും എത്രയാണ്? 30 ആണ്. അപ്പം 30 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടുമെന്നർത്ഥം. സോ ഞാൻ ഈ 30 mm ഹൈറ്റ് സോ ഈ 30 mm ഹൈറ്റ് എടുത്ത ഈ പോയിന്റിൽ നിന്ന് ഞാൻ സെൻറ്റർ ലൈൻ വരയ്ക്കാൻ പോവാണ്. സെൻറ്റർ ലൈൻ. സോ ഐ എം ഡ്രോയിങ് എ സെൻറ്റർ ലൈൻ ഹിയർ. വളരെ ലൈറ്റ് ലൈൻസ് ആയിരിക്കണം. ഞാൻ അതുകൊണ്ടാണ് വളരെ ലൈറ്റായിട്ട് വരയ്ക്കുന്നത്. സെൻറ്റർ ലൈൻ വരച്ചു. അതിൽ നമുക്ക് എത്ര ഡിസ്റ്റൻസ് എടുക്കണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30 എടുത്തു കഴിഞ്ഞാൽ, കാരണം ടോട്ടൽ 60 ആണ്. അപ്പോൾ 30 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻറ്റർ പോയിന്റ് കിട്ടും. സോ ഞാൻ മെഷർ ചെയ്യുന്നു 30. സെൻറ്റർ ലൈനിൽ 30 മെഷർ ചെയ്യുന്നു. 1 2 3. സോ 30 മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെൻറ്റർ പോയിന്റ് കിട്ടി. സോ ഇതാണ് നമ്മുടെ സെൻറ്റർ പോയിന്റ്. വേണമെങ്കിൽ എനിക്ക് സെൻറ്റർ ലൈനും ഇവിടെയും കൂടെ വെർട്ടിക്കൽ സെൻറ്റർ ലൈനൂടെ നമുക്ക് വരയ്ക്കാം.
സോ നമുക്ക് സെൻറ്റർ കിട്ടി. ഇനി നമുക്ക് കർവ് വരയ്ക്കാം. സോ കർവ് വരയ്ക്കാനായിട്ട് നമുക്ക് റേഡിയസ് അറിയാം. റേഡിയസ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് കർവ് ഔട്ട്സൈഡ് കർവിൻ്റെ റേഡിയസ് ടോട്ടൽ ഇത് ഡിസ്റ്റൻസ് 60 ആണ്. സോ റേഡിയസ് എത്ര വരും? 30 ആയിരിക്കണം റേഡിയസ്. 30 റേഡിയസ് എടുക്കുക. കോമ്പസിൽ 30 റേഡിയസ് എടുക്കുന്നു. സെൻറ്ററിൽ പ്ലേസ് ചെയ്യുന്നു. ദെൻ ഡ്രോയിങ് ദിസ് ആർക്ക്. സോ ആർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്മുടെ ടോപ്പ് ആർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ഞാൻ പെൻസിലാണ് യൂസ് ചെയ്തേക്കുന്നത് കോമ്പസിൽ ഫിറ്റ് ചെയ്യാനായിട്ട്. സോ ടോപ്പ് ആർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി എന്താണ്, നമുക്കൊരു സർക്കിൾ കൂടെ ഉണ്ട് അല്ലേ? ആ സർക്കിളിൻ്റെ ഡയമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട് 30 ആണ് അതിൻ്റെ ഡയമീറ്റർ. ദാറ്റ് മീൻസ് 15 mm റേഡിയസ് ആയിരിക്കണം. സോ 15 mm റേഡിയസ് എടുക്കുക. ആ സർക്കിൾ കൂടെ കംപ്ലീറ്റ് ചെയ്യുക. സോ 15 mm റേഡിയസ് എടുത്തു. ദെൻ ആ സർക്കിൾ കൂടെ കംപ്ലീറ്റ് ചെയ്യുക. സോ നമ്മുടെ ആ ഹോള് അവിടെ വന്നു കഴിഞ്ഞു. ഫ്രണ്ട് വ്യൂവിലെ ഹോള്. സോ അത്രയും നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി നമുക്ക് റിമൈനിങ് നമ്മൾ ഇവിടെ വരെ വന്നുള്ളൂ. ഇത് സ്ട്രെയിറ്റൻ ചെയ്യാം. നമുക്കിത് കണക്ട് ചെയ്യാം. ഈ ലൈൻസുകൾ തമ്മിൽ കണക്റ്റ് ചെയ്യാം. ഓക്കെ. സോ നമ്മുടെ ഈ സർഫസ് കംപ്ലീറ്റഡ് ആയി. ബോട്ടത്തിൽ ഈ സർഫസ് ഫസ്റ്റ് നമ്മൾ വരച്ചു. ദെൻ ഈ ഒരു സർഫസ് വരച്ചു. ഇനി നമുക്ക് വേണ്ടുന്നത് റിബ് കൂടെയാണ്. റിബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കോർണർ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ടോപ്പിലോട്ട് കണക്ട് ചെയ്ത് വരച്ചാൽ മാത്രം മതി റിബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. സോ ഞാൻ റിബ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. സോ ടോപ്പിൽ നിന്ന് പോയിന്റിലോട്ട് കണക്ട് ചെയ്യുക. സോ ആ സർക്കിളിന് ടാൻജൻ്റായിട്ട് വേണം അത് കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ. സർക്കിളിന് ടാൻജൻ്റായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ആ പോർഷനും കംപ്ലീറ്റഡ് ആയി. സോ നമ്മുടെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റഡ് ആയി. ഇനി ഫ്രണ്ട് വ്യൂവിൽ ഒരു കാര്യം കൂടെ നമുക്കുണ്ട്. നമുക്കറിയാം ഇവിടെ ഒരു സ്ലോട്ട് പോയിട്ടുണ്ട്. 20 mm വിഡ്ത്തിൽ ഒരു സ്ലോട്ട് ഇങ്ങനെ താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ സ്ലോട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണത്തില്ലെങ്കിലും ആ സ്ലോട്ടിൻ്റെ ഡോട്ടഡ് ലൈൻസുകൾ, അതായത് ഇൻവിസിബിളായിട്ട് അതിനകത്ത് കൂടി സ്ലോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ ഒരു സർഫസിൽ കാണിക്കണം. സോ അതിന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്ലോട്ടിൻ്റെ എൻ പോയിൻറ്റ്സുകൾ നമ്മൾ ഈ പോയിൻറ്റും ഫൈൻഡ് ഔട്ട് ചെയ്തെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസുകൾ എന്തൊക്കെ? ഇങ്ങേ എൻഡിൽ നിന്ന് ഈ ഒരു സെൻറ്റർ പോയിൻ്റ് വരെ 20 ആണ്. സിമെട്രിക് 20 ആണ്. ഇവിടെ നിന്ന് ഇവിടെ വരെ 20 ആണ്. അപ്പോൾ ടോപ്പ് വ്യൂവിലും 20 ആണ് വരുന്നത്. സോ ഈ എൻ പോയിന്റിൽ നിന്ന് ഇവിടെ വരെ 20, ദെൻ അവിടെ നിന്ന് 30, ഈ എൻ പോയിന്റ് വരെ 30. സോ അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ചെയ്യാൻ എടുക്കുന്നു. ഫസ്റ്റ് എൻഡിൽ നിന്ന് 20, സോ ഈ എൻഡിൽ നിന്ന് 20 പോയിൻറ്റ്സ്. അപ്പം ഞാൻ ഈ പോയിൻ്റ് എത്തി. ദെൻ അവിടെ വന്ന് 30 എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പോയിൻറ്റും കിട്ടും. സോ അവിടെ നിന്ന് 30 1 2 3 30 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ പോയിൻറ്റ്. ഇപ്പോൾ എനിക്ക് 2 പോയിൻറ്റുകൾ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കിയാൽ വരുന്നത് ഈ ഒരു പോയിൻറ്റും ഈ ഒരു സെൻറ്റർ പോയിൻറ്റുകൾ രണ്ടിനാണ് മാർക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് വേണ്ടുന്നത് ഈ എൻ പോയിൻ്റ് ആണല്ലേ. ഇതിൻ്റെ വിഡ്ത്ത് 20 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് 20 ആണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് 10 ആയിരിക്കും. ഈ ഒരു ഗ്യാപ്പും 10 ആയിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? ഇതിൻ്റെ വിഡ്ത്ത് 20 ആണെങ്കിൽ ഇതൊരു സെമി സർക്കിളായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഡയമീറ്റർ 20 ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഈ എൻഡ് വരെ 10ഉം ഇവിടെ നിന്ന് ഈ എൻഡ് വരെ 10ഉം ആയിരിക്കും. സോ നമുക്ക് ആ 10 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻ പോയിൻറ്റുകൾ നമുക്ക് കിട്ടും. ഈ പോയിൻറ്റ്സിൽ ഇവിടെ മാർക്ക് ചെയ്യുന്നത് നമുക്ക് ടോപ്പ് വ്യൂവിൽ ഇത് വരയ്ക്കാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ പോയിൻറ്റ്സിൽ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. സോ ഈ എൻ പോയിൻറ്റിൽ നിന്ന് ഞാൻ 10 മാർക്ക് ചെയ്തു. അതുപോലെ ഇവിടെ നിന്ന് ഞാൻ 10 മാർക്ക് ചെയ്ത് എനിക്ക് എൻ പോയിൻറ്റ്സുകൾ കിട്ടി. സോ ഇത് രണ്ടുമാണ് ആ സ്ലോട്ടിൻ്റെ എൻ പോയിൻറ്റ്സുകൾ. അപ്പോൾ ആ സ്ലോട്ട് നമുക്ക് താഴോട്ട് കാണിക്കാൻ പോവാണ്. അപ്പോൾ ഡോട്ടഡ് ലൈൻസ്, ഇൻവിസിബിൾ ലൈൻസ് ആയിട്ട് വേണം നമ്മൾ സ്ലോട്ട് എപ്പോഴും കാണിക്കാനായിട്ട്. ഓക്കെ. സോ സ്ലോട്ട് കാണിക്കുന്നു. ദെൻ ഇവിടെ അതേപോലെ തന്നെ സ്ലോട്ട് കാണിക്കും. സോ ഇത്രയാകുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റഡ് ആവും. ഫ്രണ്ട് വ്യൂ ഫുള്ളി കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത് ആ സ്ലോട്ടിൻ്റെ ഡോട്ടൽ ലൈൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ഒരു സർഫസിന് പുറകിലായിട്ടൊരു സ്ലോട്ട് താഴോട്ട് പോയിട്ടുണ്ട്. അത് ത്രൂ ഔട്ട് നമ്മൾ കാണിക്കുന്നില്ല. എന്തുകൊണ്ട് ഇവിടെ താഴോട്ട് കാണിക്കാത്തത്?
അവിടെ ഇല്ല സർഫസ് അല്ലേ. ഇവിടെ ഇത്രയും ഈ 15 വിഡ്ത്തിലേ ഉള്ളത്. അതിന് താഴെ പിന്നെ അപ്പുറത്താണ് ഈ ഒരു റിബ് കിടക്കുന്നത്. നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ഇത് കാണുന്നുണ്ടെങ്കിലും അത് അതിൻ്റെ പുറകു സൈഡിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു 15 വിഡ്ത്തിൽ മാത്രം നമുക്ക് ആ സ്ലോട്ട് കാണിച്ചാൽ മതി. സോ ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇനി നമുക്ക് ടോപ്പ് വ്യൂ. സോ ടോപ്പ് വ്യൂ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ പോവാണ്. ഫ്രണ്ട് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ഈ എൻ ലൈൻസുകൾ പ്രൊജക്റ്റ് ചെയ്യുന്നു ഫസ്റ്റ്. ഐ എം യൂസിങ് പെൻസിൽ. പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ എൻ ലൈൻസിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. സോ ഇത് പ്രൊജക്റ്റ് ചെയ്തു. ദെൻ ഈ എൻഡ് പ്രൊജക്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് ടോപ്പ് വ്യൂവിൽ വേണ്ടുന്ന വിഡ്ത്ത് ആയി കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കാം. ടോപ്പ് എന്ന് നോക്കുന്നത് ഇവിടെ മേളിൽ നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്? നമുക്ക് ഈ ഒരു കർവ്ഡ് സർഫസ് അല്ലേ, ഈ ഒരു കർവ്ഡ് സർഫസ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു സർഫസ് ഇവിടെ ഈ സ്ലോട്ടെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ സ്ലോട്ട് സർഫസ് കാണാൻ പറ്റും. ഈ റിബ് കാണാൻ പറ്റും. ഈ ചരിഞ്ഞ റിബിൻ്റെ ടോപ്പ് വ്യൂ കാണാൻ പറ്റും. ഇത്രയാണ് നമുക്ക് ടോപ്പ് വ്യൂവിൽ വരയ്ക്കേണ്ടത്. ഇപ്പോൾ ടോപ്പ് വ്യൂവിലെ സർഫസുകൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊന്ന് സ്കെച്ച് ചെയ്യാം. ടോപ്പ് വ്യൂ സർഫസ് ഏതൊക്കെയാണെന്നുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ടോപ്പ് സർഫസ് കാണാൻ പറ്റും അല്ലേ. ഈ ഒരു ടോപ്പ് സർഫസ് കാണാൻ പറ്റും. സോ ഞാനത് ഒന്ന് കളർ ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു കർവ്ഡ് സർഫസ് ഇതിനകത്തേക്കൂടാണ് ഹോള് പാസ് ചെയ്ത് പോയിരിക്കുന്നത്. സോ അതുണ്ട്, വിസിബിളാണ് ടോപ്പ് വ്യൂവിൽ. പിന്നെ നമുക്ക് ഈ റിബും കാണാൻ പറ്റും. പക്ഷേ റിബിനൊരു പ്രത്യേകതയുണ്ട്. റിബ് ഇൻക്ലൈൻഡ് സർഫസ് ആണ് റിബ് എന്ന് പറയുന്നത് അല്ലേ, ഈ ഒരു 12 mm വിഡ്ത്തിലുള്ളത്. സോ ഇറ്റ് ഷുഡ് ബി വിസിബിൾ ഇൻ 2 വ്യൂസ് അല്ലേ. 2 വ്യൂസിൽ ഇൻക്ലൈൻഡ് സർഫസുകൾ നമുക്ക് ഏതെങ്കിലും 2 വ്യൂസിൽ വിസിബിൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പോൾ ഈ ഒരു ഇൻക്ലൈൻഡ് സർഫസ് നമുക്ക് ടോപ്പ് വ്യൂവിലും കാണാൻ പറ്റും, നമുക്ക് സൈഡ് വ്യൂവിലും കാണാൻ പറ്റും. ഏത്? ഈ ഒരു റിബ്. ക്ലിയർ ആണോ? അതുപോലെ ഈ ഒരു സർഫസിൻ്റെയും ഇവിടെ ഇത്രയും കർവാണ്, ഇവിടെ മുതൽ ഇത്രയും കർവാണ്. അപ്പോൾ ഈ ടോപ്പ് വ്യൂവിലും ഈ കർവ് കാണാൻ പറ്റും, ഫ്രണ്ട് വ്യൂവിലും ഈ കർവ് കാണാൻ പറ്റും എന്നർത്ഥം. സോ കളറിങ് ചെയ്യുമ്പോൾ ഓവർലാപ്പിംഗ് കളറിങ് നമുക്ക് ആ സർഫസിൽ ചെയ്യേണ്ടി വരും. ഇനിയുള്ളത് നമുക്ക് ഈ ഒരു സ്ലോട്ടിന് ചുറ്റുമുള്ള സർഫസ് അല്ലേ, നമ്മുടെ ഈ ഒരു സർഫസ് വിസിബിൾ ആയിരിക്കും. സോ ദാറ്റ് സർഫസ് വിസിബിൾ ആണ്. സ്ലോട്ട് നമുക്ക് അവിടെ സ്ലോട്ട് വരയ്ക്കേണ്ടി വരും. ടോപ്പ് വ്യൂവിൽ ഈ ഒരു സർഫസിൽ നമുക്ക് ആ സ്ലോട്ട് വരയ്ക്കേണ്ടി വരും. സോ ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂവിലെ വിസിബിൾ ആയിട്ടുള്ള സർഫസുകൾ. ഓക്കെ അല്ലേ? സോ ഇത് നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഓൾറെഡി നമ്മൾ പ്രൊജക്ട് ലൈൻസ് യൂസ് ചെയ്തിട്ട് ഇവിടെ ആ വിഡ്ത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഞാൻ ഈ ഒരു സർഫസാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. സോ ആ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ ഇതാണ്. സോ അവിടെ നിന്ന് ഓപ്പോസിറ്റ് എൻഡിൽ നിന്ന് താഴോട്ട് വേണം നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കാനുണ്ട്. സോ ടോട്ടൽ വിഡ്ത്ത് ഞാൻ നോക്കിയത് ഇവിടെ തന്നിട്ടുണ്ട്. ടോട്ടൽ വിഡ്ത്ത് 50 mm ആണ്. സോ 50 mm. സോ ഞാനൊരു പോയിൻ്റ് മാറ്റി, ടോപ്പ് വ്യൂവിൽ ഒരു പോയിൻ്റ് മാറ്റി ഫിക്സ് ചെയ്യുന്നു. സോ അവിടെ നിന്ന് 50 മെഷർ ചെയ്യുക. സോ ഇറ്റ്സ് ടോട്ടൽ വിഡ്ത്ത് ഈസ് 50. സോ 50 മെഷർ ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തിൽ വേണ്ടുന്ന സർഫസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൽ ആദ്യം നമുക്കുള്ളത് ഈ ഒരു റിബിൻ്റെ പോർഷൻ, കർവ്ഡ് പോർഷൻ വരുന്നുണ്ട്. ഈ ഒരു സർഫസ് വരുന്നുണ്ട് അല്ലേ. ആ ഒരു സർഫസ് നമുക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ഈ എൻ പോയിൻ്റ് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു സർഫസിൻ്റെ എൻഡ് നമുക്ക് കിട്ടും. സോ ഞാൻ ആ ഒരു എൻ സർഫസ് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. സോ പ്രൊജക്റ്റ് ചെയ്തു. ഇനി ഈ ഒരു റിബിൻ്റെ സർഫസ് പ്രൊജക്റ്റ് ലൈൻ ഉപയോഗിച്ച് ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നു. സോറി, റിബല്ല, സ്ലോട്ടിൻ്റെ എൻ പോയിൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സ്ലോട്ടിൻ്റെ എൻ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് അവിടെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ. സ്ലോട്ടിൻ്റെ എൻ പോയിൻറ്റ്സ് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്തു. ദെൻ നമുക്ക് ഈ ഹോള് വേണമെങ്കിൽ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. ഹോള് നമുക്ക് ടോപ്പ് വ്യൂവിൽ വിസിബിൾ ആവില്ലെങ്കിലും നമുക്ക് ഇൻവിസിബിളായിട്ട് ആ ഹോള് കാണിക്കേണ്ടി വരും. സോ ഹോളിൻ്റെ എൻഡുകൾ ഞാൻ പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സർഫസ് എന്ന് പറയുന്നത് നമ്മുടെ റിബിൻ്റെ ഈ എൻ പോയിൻ്റ് ആണ്. സോ എൻഡ് ഞാൻ എൻ സർഫസ് വരയ്ക്കുന്നു. എൻഡ് ലൈൻ. സോ ഫസ്റ്റ് എൻഡ് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ വരച്ചു. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 130 തന്നെയാണ് അതിൻ്റെ വിഡ്ത്ത് വരുന്നത്. കാരണം 130 ടോട്ടൽ ഒബ്ജക്റ്റിൻ്റെ വിഡ്ത്ത് തന്നെ 130 തന്നെ വരും. ഇനി അതിനകത്ത് നമുക്ക് റിബുണ്ട്. സോ റിബ് എവിടെ വരെയാണ് നമുക്ക് പ്ലേസ് ചെയ്ത് വരേണ്ടത് അല്ലേ, കർവ്ഡ് സർഫസിൽ എവിടെ വരെയാണ് റിബ് വരേണ്ടതെന്ന് നമുക്കറിയണം. അതൊന്ന്. സോ 15 വിഡ്ത്ത്, ടോട്ടൽ 15 mm വിഡ്ത്തിൽ ഞാൻ ക്ലോസ് ചെയ്തു.
ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേർവ്ഡ് സർഫസിൻ്റെ ഏരിയ വരുന്നത്. സോ ഞാനത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു സർഫസ് വരയ്ക്കണം, ഈ ഒരു റെക്റ്റാങ്കിൾ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇത് 15 ആണെങ്കിൽ അതിൽ നിന്ന് 12 മൈനസ് ചെയ്യുന്നതായിരിക്കും ഇത്, അല്ലേ? 15 നിന്ന് 12 മൈനസ് ചെയ്യുക. സോ അത്രയാണ് വരുന്നത്. സോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എൻ പോയിന്റിൽ നിന്ന് 12 ഇങ്ങോട്ട് മാറ്റിയിട്ട് ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്താലും മതി. സോ 12 എന്ന് പറയുന്നത് നമ്മുടെ റിബിൻ്റെ വിഡ്ത്താണ്. സോ 12 മാറ്റി സോ നമ്മുടെ കർവ്ഡ് സർഫസ് വന്നിട്ടുണ്ട്. ഇനിയുള്ളത് റിബിൻ്റെ എൻഡ് നമുക്ക് എവിടെ വരെ ഇതിനകത്തിൽ പ്രൊജക്റ്റ് ചെയ്ത് പോകുന്നത് നോക്കി. ഇത് കർവ് ചെയ്ത് ഈ ടാൻജൻറ്റ് എവിടെയാണോ മീറ്റ് ചെയ്ത് അവിടെ വരെ വേണം. അപ്പോൾ നമ്മുടെ ഇത് ഫിഗറിനകത്തിലും ടാൻജൻറ്റ് എവിടെയാണോ വന്ന് മീറ്റ് ചെയ്തേക്കുന്നത്, അല്ലേ? അപ്പോൾ മീറ്റ് ചെയ്തേക്കുന്നത് മേ ബി സർക്കിളിന് മേളിലായിട്ട്, ഈ സർക്കിളിനൊക്കെ മേളിലായിട്ട് ഇത് ഇവിടെയാണ് ടാൻജൻറ്റ് നമ്മൾ വന്ന് മീറ്റ് ചെയ്തേക്കുന്നത്. സോ അവിടെ വരെ നമ്മുടെ റിബിൻ്റെ വിഡ്ത്തിൽ നമ്മൾ 12 mm കാണിക്കേണ്ടതായിട്ട് വരും. സോ ആ പോയിൻ്റ് ഞാൻ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. സോ നമുക്കിവിടെ വരും. ദെൻ അതിൻ്റെ റിബിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 12 mm ആണ്. സോ 12 mm മാർക്ക് ചെയ്യുന്ന ഈ പോയിന്റ്. സോ ഇവിടെ വരെ നമ്മൾ ആ റിബ് കാണിക്കേണ്ടതായിട്ട് വരും. സോ ഇതാണ് നമ്മുടെ റിബ്, 12 mm റിബ്. ക്ലിയർ ആണോ? ഈ റിബിൻ്റെ വിഡ്ത്ത് ഈ പോയിന്റും കഴിഞ്ഞ് ഇവിടെ വരെ പാസ് ചെയ്ത് പോയത് നോക്കിയാൽ ആ റിബ് ഈ എൻഡ് വരെയാണ്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ ഈ ലൈനാണ്. ഈ ലൈൻ എന്ന് പറയുന്നത് ഈ പോയിന്റ് വരെ അല്ല, അതും കഴിഞ്ഞ് ഇവിടെ ടാൻജൻറ്റ് വരെ, ആ സർക്കിളിലെ ടാൻജൻറ്റായിട്ട് മീറ്റ് ചെയ്യുന്ന നമ്പർ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ഓൾറെഡി റിബ് വരച്ചിട്ടുണ്ട്, ടാൻജൻറ്റായിട്ട് മീറ്റ് ചെയ്ത പോയിന്റ് ഇവിടെ ഉണ്ട്. സോ ആ പോയിന്റ് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എവിടെ വരെയാണെന്നുള്ളത് കിട്ടും. ഇവിടെ ഇത് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കരുത്, കാരണം ഇവിടെ ക്ലോസ് ചെയ്യുന്നില്ല, ക്ലോസിങ് സർഫസ് അല്ല, ഇത് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു കോമൺ സർഫസാണ്. സോ നമുക്ക് ഇവിടെ വരെ നമുക്ക് ആ റിബിൻ്റെ എൻഡ് കയറി വരുന്നുണ്ടെന്നുള്ള അർത്ഥം. ഇനിയുള്ളത് ഇതിനകത്തേക്കൂടെയുള്ള സർക്കിളാണ്. നമുക്കറിയാം ഇവിടെ ഹോളാണ്, സെൻറ്ററിൽ കൂടെ ഹോളാണ്. സോ ഹോൾ ടോപ്പ് വ്യൂവിൽ കാണുന്നില്ലെങ്കിൽ നമുക്കത് ഡോട്ടഡ് ലൈനായിട്ട് വരയ്ക്കണം. സോ ഹോൾ ഞാൻ ഡോട്ടഡ് ലൈനായിട്ട് വരയ്ക്കുകയാണ്. ത്രൂ ഔട്ട് ഹോളുണ്ട്. നമ്മൾ ഓൾറെഡി ഹോളിൻ്റെ പ്രൊജക്റ്റഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഡോട്ടഡ് ലൈൻ കാണിച്ചു കഴിഞ്ഞാൽ ഹോൾ കാണിക്കാൻ പറ്റും. ഇവിടെ അതുപോലെ തന്നെ. സോ ഹോള് പാസ് ചെയ്യുന്നത് കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് ഈ സർഫസായി. ഇനി നമുക്ക് വേണ്ടുന്നത് ഈ സർഫസാണ്. സോ ആ സർഫസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞു. നമുക്ക് പക്ഷേ അതിനകത്തിൽ വേണ്ടുന്നത് നമ്മുടെ എന്താണ്, ഈ സ്ലോട്ട് അവിടെ കാണിക്കാൻ 20 mm വിഡ്ത്തിൽ സ്ലോട്ടാണ് നമുക്ക് അതിനകത്തിൽ കാണിക്കേണ്ടത്. സ്ലോട്ടിൻ്റെ എൻ പോയിൻറ്റ്സുകൾ നമുക്കിവിടെ ഉണ്ട്. നമുക്കപ്പോൾ സ്ലോട്ടിൻ്റെ സെൻറ്റർ ലൈൻ, ഈ നടുക്കൂടെ പോകുന്ന സെൻറ്റർ ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടുന്ന് 20 mm മാറിയാണ് സെൻറ്റർ ലൈൻ വരുന്നത്. സോ ഞാൻ 20 mm മാറിയിട്ട് ആ സെൻറ്റർ ലൈൻ അങ്ങ് വരയ്ക്കുകയാണ്. സോ ഇവിടെയാണ് ആ സ്ലോട്ടിൻ്റെ സെൻറ്റർ ലൈൻ വരുന്നത്. ഓക്കെ, ഇതാണ് ആ സ്ലോട്ടിൻ്റെ സെൻറ്റർ ലൈൻ വരുന്നത്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഈ എൻഡിൽ സെൻറ്റർ ലൈൻ, ഈ പോയിൻ്റ്, ഈ സെൻറ്റർ പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ കർവ് വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ഈ രണ്ട് സെൻറ്റർ പോയിൻറ്റുകളാണ്. അത് ഓൾറെഡി നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡിസ്റ്റൻസ് എടുത്താൽ മതി. 20 ഇങ്ങോട്ട് മാറി, അവിടെ നിന്ന് 30 മാറി. ആ സെയിം തന്നെ ഇവിടുന്ന് 20 മാറി എടുത്താലും മതി. അല്ലെങ്കിൽ മേളിൽ നിന്ന് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അപ്പോൾ ആ സെൻറ്റർ ലൈനുകൾ കിട്ടും. സോ ഇതാണ് ഒരു സെൻറ്റർ ലൈൻ. ഇപ്പുറത്തെ സെൻറ്റർ ലൈൻ. സോ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 20 ആണ്. സോ 20 വിഡ്ത്താണ്. സോ 20 വിഡ്ത്തിൽ ഇവിടെ നമുക്ക് റേഡിയസ് വരുന്നത് 10 റേഡിയസിലാണ്. സോ സെൻറ്റർ കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഈസി മെത്തേഡ് എന്ന് പറയുന്നത് പ്രോ സർക്കിൾ ഉപയോഗിക്കാം. പ്രോ സർക്കിളിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വരയ്ക്കാൻ പറ്റും. അതിനകത്ത് നമുക്ക് റേഡിയസ് 10 അല്ലെങ്കിൽ ഡയമീറ്റർ 20 ആയിട്ടുള്ള സർക്കിളുകൾ ഉണ്ട്, അത് വെച്ചിട്ട് വരയ്ക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോമ്പസ് ഉപയോഗിച്ച്, കോമ്പസ് ഉപയോഗിച്ച് ചെറിയ ഡയമെൻഷൻസ് ഉള്ള ഇത് കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കാൻ കുറച്ച് പാടായിരിക്കും. അങ്ങനെ ഒരു കേസ് വരുന്നുണ്ട്. സോ ഞാൻ വരയ്ക്കാൻ പോവാണ്. സോ ഇത് സെൻറ്റർ, ഇത് നമ്മുടെ റേഡിയസ്.
ഒരു സൈഡിലെ കർവ് കംപ്ലീറ്റ് ആയി. സെയിം തന്നെ അപ്പുറത്തും വരും. സോ രണ്ട് സൈഡിലും കർവായി. ഇനി അത് കണക്ട് ചെയ്താൽ മാത്രം മതി. സോ ഐ ആം കണക്റ്റിംഗ് ദിസ് 2 ലൈൻസ്. സോ നമ്മുടെ സ്ലോട്ട് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇതാണ് സ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലോട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഡാർക്ക് ചെയ്യുമ്പോൾ ഇതും അതേ തിക്നെസ് തന്നെ ഡാർക്ക് ചെയ്യണം. ഞാനത് പെൻസിൽ കർവ് ആയതുകൊണ്ട് അത് പെൻസിൽ വെച്ച് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. ഇനി ഇതിനകത്ത് നമുക്ക് ഒന്ന് കാണിക്കാവുന്നത് ഈ ഒരു റിബിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 10 mm അല്ലേ. 10 mm കഴിഞ്ഞ് ത്രൂ ഔട്ട് ആ റിബ് അങ്ങോട്ട് പാസ് ചെയ്ത് പോയി കാണും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ത്രൂ ഔട്ട് ഇതിനകത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 10 mm ഇങ്ങോട്ട് മാറ്റി ഒരു പോയിന്റ് മാർക്കിങ് ചെയ്തൊരു പോയിന്റ്, ഈ ഒരു പോയിന്റിൽ കൂടെ ഒരു ഡോട്ടർ ലൈൻ ത്രൂ ഔട്ട് കാണിക്കാം. ത്രൂ ഔട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അടിയിൽ ഒരു ഡോട്ടർ ലൈനായിട്ട് ഈ റിബിൻ്റെ 12 mm തിക്നെസ്സിൽ ഉണ്ടെന്നുള്ളതാണ്. അതല്ലെങ്കിൽ തന്നെ നമുക്ക് സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ സൈഡ് വ്യൂവിൽ അത് വിസിബിളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ സൈഡ് വ്യൂ ആണ്. അപ്പോൾ ഇതിനകത്ത് കേസിൽ ഞാനിപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ, ഇവിടെ നിന്നുള്ള സൈഡ് വ്യൂ ആണ് ഞാൻ വരയ്ക്കുന്നത് അല്ലേ. സോ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് റൈറ്റ് സൈഡ് വ്യൂ ആണ് ഞാൻ വരയ്ക്കുന്നത്. ദാറ്റ് ഷുഡ് ബി ഓൺ ദി ലെഫ്റ്റ് സൈഡ്. സോ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പ്രൊഫൈൽ പ്ലെയിൻ വരയ്ക്കുന്നു ഫസ്റ്റ്. So this is the profile plane. So profile plane. Now 45 degree points in a transfer ചെയ്യാൻ 45 degree line. സോ പോയിൻറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് 45 ഡിഗ്രി ലൈൻ വരച്ചു. നമ്മൾ ഓരോ പോയിൻറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാണ്. സോ ടോപ്പ് വ്യൂവിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ട്രാൻസ്ഫറിങ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ടോപ്പ് വ്യൂവിൽ നിന്ന് ഈ എൻ ലൈൻസിനെ ആദ്യം ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഫസ്റ്റ് ദിസ് വൺ ട്രാൻസ്ഫർ ചെയ്തു, ദെൻ ദിസ് പോയിൻറ്റ്, then straight vertical line. സോ എൻഡ് പോയിന്റ്സുകൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമ്മുടെ സൈഡ് വ്യൂ. സൈഡ് വ്യൂവിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏതൊക്കെ സർഫസുകളാണ് വിസിബിൾ ആവുന്നതെന്നുള്ളത്. നമുക്കതല്ലാതെ തന്നെ ഈസി വേയിൽ വരയ്ക്കാൻ പറ്റും. സൈഡ് വ്യൂ പ്രൊജക്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ സൈഡ് വ്യൂവിലെ സർഫസുകൾ ഞാനൊന്ന് കാണിക്കാം. ഇപ്പോൾ സൈഡ് വ്യൂവിൽ വിസിബിൾ ആവുന്ന സർഫസുകൾ നോക്കിയേ. ഒരു സർഫസ് നമുക്ക് ഈ റിബ് വരുന്ന ഈ ഒരു പോർഷനാണ് ഒരെണ്ണം നമുക്ക് വിസിബിൾ ആവുന്നത്. അതിലിവിടെ താഴോട്ട് നമ്മുടെ ഈ ഒരു ബോട്ടം പോർഷനിൽ അഡീഷണൽ വന്ന ആ ഒരു സർഫസിൽ നമുക്ക് സൈഡിൽ കാണാൻ പറ്റും. ദെൻ അടുത്തത് രണ്ട് ഓവർലാപ്പിംഗ് സർഫസുകളാണ്. ഒന്ന് ഈ റിബ് നമുക്ക് സൈഡ് വ്യൂവിൽ കാണാൻ പറ്റും. സോ ഞാൻ പറഞ്ഞു രണ്ട് കളറിങ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. റിബും നമുക്ക് സൈഡ് വ്യൂവിൽ വിസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സർഫസിൻ്റെ ഇത്രയും പോർഷൻ നമുക്ക് സൈഡ് വ്യൂവിൽ വിസിബിൾ ആയിരിക്കും. ഈ ഒരു സർഫസും വിസിബിൾ. അപ്പോൾ റിബ് പോർഷനും ഈ ഒരു സർഫസും നമുക്ക് രണ്ട് വ്യൂവിലും കാണാൻ പറ്റും. ഇതും രണ്ട് വ്യൂവിലും നമുക്ക് കാണാൻ പറ്റും, വിസിബിൾ ആയിരിക്കും എന്നർത്ഥം സൈഡ് വ്യൂ നോക്കി കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പ്രൊജക്റ്റ് ചെയ്ത് വരച്ചു. നമുക്ക് ആദ്യമുള്ളത് ഈ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ആ സ്ട്രക്ചറാണ് ഫസ്റ്റ് വരയ്ക്കുന്നത്. ഓക്കെ, സോ ഈ എൻഡ് പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് വിഡ്ത്ത് ഓൾറെഡി ഉള്ള അതിൻ്റെ വിഡ്ത്ത് നിങ്ങൾക്ക് അറിയാം. ഈ ഡിസ്റ്റൻസ് 10 ആണ്. 10. ദെൻ മേളിലോട്ടുള്ള ഹൈറ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് പ്രൊജക്റ്റ് ചെയ്താലും മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഈ പ്രൊജക്റ്റ് ചെയ്ത്
എൻ പോയിൻറ്റ്സുകളൊന്ന് വരയ്ക്കാം. സോ ഫസ്റ്റ് ഞാൻ ഈ പ്രൊജക്റ്റഡ് ലൈൻ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. ദെൻ സെൻറ്റർ ലൈൻ ജസ്റ്റ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ ടോപ്പ് സർഫസ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് പ്രൊജക്റ്റ് ചെയ്തു. സോ ഫസ്റ്റ് 10 mm വിഡ്ത്ത്, സോ ഇവിടെ നിന്ന് 10 mm വിഡ്ത്ത്. ദെൻ ഹൈറ്റ് again this height 10 mm height. Then നമ്മുടെ റിമൈനിങ് പോർഷൻ. ദെൻ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 15 ആണ് അല്ലേ? ഈ ഒരു സർഫസ് ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 15 തന്നെയാണ്. നമുക്കിവിടെ മാർക്ക് ചെയ്തു. സോ 15 ഹൈറ്റ് എടുക്കുന്നു. സോ 15 ഹൈറ്റ് എടുത്തു. ദെൻ ഇത് കണക്ട് ചെയ്യുക. അതായത് ഈ റേഞ്ച് വരെ വരും. നമ്മൾ ഓൾറെഡി ഈ ഹൈറ്റാണ് ഇവിടെ നിന്ന് വരുന്ന പ്രൊജക്റ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ മതി ആ ഹൈറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനായിട്ട്. സോ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ റിബിൻ്റെ ഇതും വരുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന കർവ്ഡ് സർഫസ്. അപ്പം നിങ്ങൾക്ക് റിബിൻ്റെ ഹൈറ്റ് ഇവിടെ ഈ റിബ് കാണിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ റിബ് ഏറ്റവും ടോപ്പിലല്ല വന്ന് മീറ്റ് ചെയ്യുന്നത്, ഇവിടെയാണ് നമ്മൾ മീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹൈറ്റ് വരെ റിബ് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ആ പോയിന്റ് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. ജസ്റ്റ് ആ പോയിന്റ് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തു. ഈ ലൈൻ അവിടെ വരെ റിബുള്ളൂ. റിബിൻ്റെ വിഡ്ത്ത് നമുക്കറിയാം 12 mm ആണ്. സോ ഈ പോയിന്റിൽ നിന്ന് ടോപ്പ് സർഫസിൽ നിന്ന് 12 mm ഇങ്ങോട്ട് മാറ്റുക. 12 mm മാറ്റി. സോ 12 mm. സോ ഇവിടെയാണ് റിബ് നമ്മൾ വരയ്ക്കുമ്പോൾ ഓർത്തോണം നമുക്ക് ആ ഏറ്റവും ടോപ്പ് വരെ റിബ് വരയ്ക്കാൻ പറ്റില്ല. കാരണം റിബ് അതിൽ മീറ്റ് ചെയ്യുന്നിടം വരെ നമുക്ക് കാണിക്കാൻ പറ്റും. സോ ഇവിടെ വരെ റിബിൻ്റെ ലൈൻ വരുള്ളൂ. ക്ലിയർ ആണോ? ഇവിടെ നിന്ന് നോക്കുമ്പം ഈ ലൈൻ, ഈ ചരിഞ്ഞ ഇംഗ്ലണ്ട് ലൈനാണ് നമ്മളിപ്പോൾ ഈ വരച്ചത്. ഈ വരച്ച ലൈൻ എന്ന് പറയുന്നത് നോക്കി ഇവിടെ വരെ ഉള്ളൂ. ഈ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് വന്ന് മീറ്റ് ചെയ്തിട്ടില്ല. നോക്കി കഴിഞ്ഞാൽ അറിയുന്നുണ്ടോ? റിബ് ഇവിടെ വന്ന് മീറ്റ് ചെയ്ത് ഈ ടോപ്പിലല്ല ടോപ്പ് ലൈനാണ് നമ്മൾ ആദ്യം പ്രൊജക്റ്റ് ചെയ്ത് വരച്ചത്. ഇത് അതിൻ്റെ ബോട്ടത്തിലല്ലേ. അപ്പോൾ അവിടെ വരെ ഉള്ളൂ. എക്സ്ട്രീം എൻഡ് നമുക്ക് ടോപ്പ് വരെ വരും. സോ ഇത് എൻഡ് നമ്മൾ വരച്ചു. ദെൻ ടോപ്പ് ലൈൻ. സോ ഇതാണ് അതിൻ്റെ സൈഡ് വ്യൂവിൽ വരുന്നത്. നമ്മുടെ റിബായി, ദെൻ ആ കേർവ്ഡ് സ്ട്രക്ചർ ഈ ഒരു സ്ട്രക്ചർ പോർഷനായി, ദെൻ നമ്മുടെ എൽ ഷേപ്പിൽ ഈ കളർ ചെയ്ത പോർഷനായി. ഇനി ഇതിനകത്ത് നമുക്ക് എന്താ ഹോളിൻ്റെയും കൂടെ ഡോട്ടർ ലൈൻസുകൾ കാണിക്കണം. അപ്പോൾ ഹോളിൻ്റെ ഡോട്ടർ ലൈൻസുകൾ കാണിക്കുമ്പോൾ നിങ്ങൾ ഡയമീറ്റർ നോക്കി വരയ്ക്കുക. സോ ഹോളിൻ്റെ ഡോട്ടർ ലൈൻ ഞാൻ കാണിക്കാൻ പോവാണ്. നമുക്കറിയാം ഇതാണ് ഹോളിൻ്റെ ബോട്ടം പോയിൻ്റ് അല്ലേ. അപ്പോൾ ഇതിങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ മതി. പക്ഷേ നോക്കി അത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ സെയിം ലൈൻ നമ്മുടെ ഈ ബോട്ടത്തിലെ അല്ലെങ്കിൽ ഈ ഒരു ലൈൻ അല്ലെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് ഈ ഹോളിൻ്റെ ബോട്ടം ലൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നമുക്ക് ഡോട്ടർ ലൈൻ കാണിക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി അവിടെ വിസിബിൾ ലൈൻ ഉണ്ട്. നമ്മൾ ടോപ്പിൽ നമുക്ക് ഡോട്ടർ ലൈൻ കാണിക്കാൻ പറ്റും. സോ ടോപ്പിൽ ഹോളിൻ്റെ എൻഡിനെ ഞാൻ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. സോ അവിടെ നമുക്ക് ഡോട്ടർ ലൈൻ കാണിക്കാൻ പറ്റും, ഹോളിൻ്റെ ഡോട്ടർ ലൈൻ. സോ ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ. ഇനി നമുക്കുള്ളത് ഈ സ്ലോട്ട് അല്ലേ, 20 വിഡ്ത്തിലെ ഈ എൻഡിനകത്തോട്ട് സ്ലോട്ട്. അപ്പോൾ ഇവിടെ സർഫസിൽ ആ സ്ലോട്ടിൻ്റെ ഡോട്ടർ ലൈനൂടെ വേണം. സോ ആ സ്ലോട്ടിൻ്റെ ഡോട്ടർ ലൈൻ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഡയമെൻഷൻസ് എടുത്ത് വേണമെങ്കിൽ കാണിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതാണ് വിഡ്ത്ത്, ആ സ്ലോട്ടിൻ്റെ വിഡ്ത്ത്. ഇത് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്താലും മതി. സോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് ആദ്യം കാണിക്കാം. ഡയമെൻഷൻ എടുത്ത് വരയ്ക്കാനും എളുപ്പമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്തും വരയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും അത് വരയ്ക്കാം. ഞാനിപ്പോൾ ഈ എൻഡ് പോയിൻറ്റ് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സോ ഈ ഒരു എൻഡ് പ്രൊജക്റ്റ് ചെയ്യുന്നു, ദെൻ ഈ എൻഡ് പ്രൊജക്റ്റ് ചെയ്യുന്നു.
ഈ എൻഡുകൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ 20 വിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ എവിടെയാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. പ്രൊജക്റ്റ് ചെയ്യുന്നു, നേരെ മേലോട്ടും പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇവിടെ ഈ പോയിന്റിൽ നിന്ന് അതുപോലെ തന്നെ മേലോട്ട് പ്രൊജക്റ്റ് ചെയ്യും. ക്ലിയർ ആണോ? സോ നമുക്കിവിടെ അത് കറക്റ്റായിട്ട് കിട്ടിയെന്നർത്ഥം. ഇത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നമുക്കറിയാം ഈ എൻ പോയിന്റിൽ നിന്ന് നോക്കി ഇതിൻ്റെ വിട്ട് ഈ സെൻട്രൽ ലൈൻ വരെയുള്ള എടുത്ത് 20 ആണ് ഇങ്ങേ എൻഡിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. സോ ഈ ഇങ്ങേ എൻഡിൽ നിന്ന് 20 എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് കിട്ടും. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വിടുത്ത് 10 രണ്ട് സൈഡിലോട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻ വരയ്ക്കാം. സോ ഇതാണ് നമ്മുടെ ഡോട്ടർ ലൈൻ, സ്ലോട്ടിൻ്റെ ഡോട്ടർ ലൈനാണ്. ഓക്കെ, സ്ലോട്ടിൻ്റെ ഡോട്ടർ ലൈനാണ്. നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ സെൻറ്റർ ലൈൻ, ഈ ഹോളിൻ്റെ സെൻറ്റർ ലൈൻ കൂടെ വരയ്ക്കുക. അതേപോലെ തന്നെ ഇവിടെയും ഇതിൻ്റെ സെൻറ്റർ ലൈൻ കൂടെ വരയ്ക്കും. ഓക്കെ, സോ നമ്മുടെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ കംപ്ലീറ്റഡ് ആയി. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഫിഗർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യണം. ഡയമെൻഷൻസ് പ്രോപ്പർ വേയിൽ ഡയമെൻഷൻസ് ചെയ്യണം. ഡയമെൻഷൻസ് ചെയ്താലേ ഫുൾ ഫിഗർ കംപ്ലീറ്റഡ് ആവുള്ളൂ. സോ ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്, ഫ്രണ്ട് വ്യൂ. ദെൻ ഇത് നമ്മുടെ ടോപ്പ് വ്യൂ ആണ്, ടോപ്പ് വ്യൂ. ദിസ് ഈസ് സൈഡ് വ്യൂ ആണ്, അത് നമ്മൾ വരച്ചേക്കുന്ന ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. സോ ദിസ് ഈസ് LSV, ലെഫ്റ്റ് സൈഡ് വ്യൂ. ഇനി ഇതിനകത്തിൽ നമ്മൾ പ്രോപ്പർ വേയിലുള്ള ഡയമെൻഷനിങ് കൂടെ ചിലപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ഡയമെൻഷൻസുകൾ മാർക്ക് ചെയ്യുക. സോ നമുക്ക് ഇതിനകത്ത് ടോട്ടൽ വിഡ്ത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വിഡ്ത്ത് ഡയമെൻഷൻ കാണിക്കാം. ഒന്നുകിൽ ഈ ഫിഗറിന് താഴെ കാണിക്കാം, അല്ലെങ്കിൽ ടോപ്പിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം. ദെൻ ഇവിടുത്തെ ഹൈറ്റുകൾ ഡയമെൻഷനിങ് ഉണ്ട്. ഉള്ള ഡയമെൻഷൻസ് എല്ലാം ഇതിനകത്ത് പ്രോപ്പർ സ്റ്റാൻഡേർഡിൽ എങ്ങനെയാണോ ഡയമെൻഷൻ ചെയ്യുന്നത് അതേ സ്റ്റാൻഡേർഡിൽ ഡയമെൻഷനിങ് ചെയ്യാം. സോ ഇതിൻ്റെ ഈ ബോട്ടത്തിലെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 ആയിരുന്നു. ദെൻ ഇതിൻ്റെ ഹൈറ്റ്, റിബിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 15 ആയിരുന്നു, 15. ദെൻ ഇതിൻ്റെ ഇവിടുത്തെ വിഡ്ത്ത് ഇവിടെ നമുക്ക് ടോട്ടൽ വിഡ്ത്ത് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് റിബിൻ്റെ ഡയമെൻഷനും റിബിൻ്റെ വിഡ്ത്തും നമുക്കിവിടെ കാണിക്കാൻ പറ്റും. സോ റിബിൻ്റെ വിഡ്ത്ത് റിബിൻ്റേത് 12, ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 50 ആണ്. ദെൻ ഇതിനകത്തിലെ ചില ഡയമെൻഷൻസുകൾ നമുക്ക് ഇവിടെ കാണിക്കാം. ഈ ഡിസ്റ്റൻസ് ഇവിടെ മുതൽ ഇവിടെ വരെ ഡിസ്റ്റൻസ് 20 എന്ന് കാണിച്ചിട്ടുണ്ട്. സോ 20 ഡിസ്റ്റൻസ് കാണിക്കുക. അങ്ങനെ ഇതിനകത്തുള്ള ഡയമെൻഷൻസുകൾ പ്രോപ്പർ വേയിൽ എല്ലാ ഡയമെൻഷൻസിലും ആഡ് ചെയ്യുക. സോ 20, ദെൻ ദിസ് വാല്യൂ ഈസ് 30. ദെൻ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 20 ആണ്, 20. അത് നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഇവിടെ ഔട്ട് സൈഡിലോട്ട് പ്രൊജക്റ്റ് ചെയ്തത് കാണിക്കാം. എല്ലാം ഫിഗറിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് ഔട്ട് സൈഡിൽ ഡയമെൻഷൻ കാണിക്കുന്നതായിരിക്കും നല്ലത്. So this value is also 20. സ്ലോട്ടിൻ്റെ വിഡ്ത്ത് 20 ആണ്. സോ അതെല്ലാം കംപ്ലീറ്റഡ് ആയി. ദെൻ ഇവിടെ നിന്ന് സെൻട്രൽ ലൈൻ വരെയുള്ള വിഡ്ത്ത്, ഇവിടെ നിന്ന് സെൻട്രൽ ലൈൻ വരെയുള്ള 20 ആണ്, അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ ഹൈറ്റ് 15, 10, 15 നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതിൻ്റെ കർവിൻ്റെ വിഡ്ത്ത്, അത് നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ കാണിക്കാം. 60 ആയിരുന്നു, ഈ വാല്യൂ 60 ആയിരുന്നു. സോ അതിവിടെ ഡയമെൻഷനിൽ കാണിക്കാം 60. ദിസ് വാല്യൂ 60. പിന്നെ ഇതിൻ്റെ ഡയമീറ്റർ 30 എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ
ഡയമീറ്ററിൻ്റെ ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ തന്നെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ തന്നെ നിങ്ങൾക്ക് കാണിക്കാം. ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് മാർക്ക് ഇറ്റ് ആസ് 530 ഡയമീറ്ററിൻ്റെ നൊട്ടേഷൻ 530. സോ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ 30 ആണെന്ന് കിട്ടും. ദെൻ ഇവിടെ ഒരു ഹൈറ്റ് ഉണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഹൈറ്റ് 30 എന്നാണ്. ഈ ബോട്ടത്തിൽ നിന്ന് വരുന്നത്, ഈ ബോട്ടം നമ്മുടെ ഈ ഒരു റിബൂടെ കയറി വന്നേക്കുന്നത്. ഇവിടെ ഇങ്ങനെ 30 കാണുമ്പോൾ നിങ്ങൾ ഈ ഏറ്റവും അറ്റത്തുനിന്ന് മാർക്ക് ചെയ്യരുത്. ഇതാണ് 30, നമ്മുടെ 30. ദെൻ ഇവിടെ നമ്മുടെ 45 ഡിഗ്രി വരച്ചത്, 45 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്യുക. ദെൻ സൈഡ് വ്യൂവിലും ഇതുപോലെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട് ഡയമെൻഷൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇതിൻ്റെ വിഡ്ത്തൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഇവിടുത്തെ ഈ വിഡ്ത്ത്, this width is 10 അല്ലേ. സ്ലോട്ടിൻ്റെ വിഡ്ത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കാണിക്കാം 20 എന്നുള്ളത്. അങ്ങനെ എല്ലാ ഡയമെൻഷൻസുകളും ക്രിസ്ത്യൻ ഫിഗറിനകത്തുള്ള എല്ലാ ഡയമെൻഷൻസുകളും നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം 20. ഓൾമോസ്റ്റ് എല്ലാ വിഡ്ത്തും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ട്. ഇതുപോലെ ഏതെങ്കിലും ഡയമെൻഷൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഡയമെൻഷൻസിലൂടെ നിങ്ങൾ കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ 5th ക്വസ്റ്റ്യൻ. സോ ഇത് നിങ്ങൾ ബുക്കിൽ വർക്കൗട്ട് ചെയ്യുക. ഈ ഫിഗർ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് പേസ്റ്റ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ പേസ്റ്റ് ചെയ്തിട്ട് അത് നോക്കി നിങ്ങൾ റൈറ്റ് സൈഡിൽ വരയ്ക്കുക. കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളതാണ്. കുറേ നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഈസി. അതിനകത്ത് വരുന്ന ഈ ഒരു റിബ് വന്ന് ചേരുന്ന ഈ ടോപ്പിലല്ല. സോ ആ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് വേണം ഇവിടെ താഴോട്ട് ഈ റിബിൻ്റെ എൻഡ് വരെ ഇവിടെ വരെ നമ്മളത് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിബിൻ്റെ ലൈൻ എവിടെ വരെ വന്നിട്ടുണ്ട് ആ ഒരു പോയിന്റ്. അതുപോലെ ഇവിടെ സൈഡ് വ്യൂവിലും ആ റിബ് ടോപ്പ് വരെ പോയിട്ടില്ല, കണ്ടോ, ആ ഒരു എൻഡ് വരെയുള്ളൂ. അതാണ് ഇതിനകത്തിലെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബാക്കി നമ്മൾ ആസ് യൂഷ്വൽ ഡയമെൻഷനോടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതിയാകും. ഓക്കെ, സോ ഈ പ്രോബ്ലം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക.